തിരുവനന്തപുരത്തു നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് NS നെല്ലിക്കുന്ന. ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള GM ന്യൂസ് ദിവസവും കേൾക്കുവാൻ GM ചാനലിൽ അംഗമാകൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വാർത്താ ഹെഡ്ലൈൻസ്. പാസ്റ്റർ VP ഫിലിപ്പിൻ്റെ പുസ്തകം കനലടകൾ പ്രകാശനം ചെയ്തു. IPC നെടുങ്കണ്ടം ഏരിയ സുവിശേഷ യോഗവും സംഗീത സന്ധ്യയും. യേശുവിൻ തൃപ്പാദത്തിൽ 30ാമത് പ്രാർത്ഥനാ സംഗമം ഡിസംബർ 23 ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7. IPC കർണാടക റൈച്പൂർ സോണൽ വാർഷിക കൺവെൻഷൻ കൊപ്പളയിൽ ആരംഭിച്ചു. പെൻഷൻ കിട്ടി ജീവിക്കാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ടെന്ന് ഹൈക്കോടതി. മാരായിക്കൽ ചീരകത്ത് ജോർജിൻ്റെ മകൻ ജിജി 49 നിര്യാതനായി. വാർത്തകൾ വിശദമായി. കുമ്പനാട് പാസ്റ്റർ VP ഫിലിപ്പിൻ്റെ പുതിയ പുസ്തകം കനലടകൾ 50 ബൈബിൾ പ്രഭാഷണങ്ങൾ IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് PG ബോർഡ് സെക്രട്ടറി ബ്രദർ പീറ്റർ മാത്യു കല്ലൂരിന് നൽകി പ്രകാശനം ചെയ്തു. മുട്ടുമൺ ICPF ക്യാമ്പ് സെൻറ്ററിൽ IPC കേരള സ്റ്റേറ്റ് PG കോഴ്സിൻ്റെ ക്യാമ്പിലാണ് പുസ്തക പ്രകാശനം ചെയ്തത്. പാസ്റ്റർ VP ഫിലിപ്പിൻ്റെ 16ാമത്തെ പുസ്തകമായ കനലടകൾ ബൈബിൾ പഠിക്കുന്നവർക്കും ശുശ്രൂഷകന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് പാസ്റ്റർ KC തോമസ് പ്രസ്താവിച്ചു. PG ബോർഡ് ചെയർമാൻ പാസ്റ്റർ സാം P ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ തോമസ് ജോർജ്, ഷിജോ എബ്രഹാം, ജോബു ജോർജ് ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. മീഡിയ മിഷൻ തിരുവല്ല ആണ് പ്രസാധകർ. 9447358997 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയച്ചാൽ പുസ്തകം ലഭ്യമാണ്. IPC നെടുങ്കണ്ടം ഏരിയയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത വിരുന്നും കമ്പിളിക്കണ്ടം പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡിസംബർ 22, 23, 24 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കും. പാസ്റ്റർ സാം ജോർജ് പത്തനാപുരം, പാസ്റ്റർ രാജു ആനിക്കാട്, ലാസറി മാത്യു ചെങ്ങന്നൂർ എന്നിവർ പ്രസംഗിക്കും. ഏരിയ കൺവീനർ പാസ്റ്റർ MK സ്കറിയ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിക്കും. ഏരിയ സെക്രട്ടറി സുനീഷ് ഉപ്പുതറ, കൺവെൻഷൻ കൺവീനർ പാസ്റ്റർ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം വഹിക്കും. അതിരുകളില്ലാത്ത ദൈവവചനത്തിലൂടെ ദൈവസ്നേഹം അതിർവരമ്പുകളില്ലാതെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ യേശുവിൻ തൃപ്പാദത്തിൽ 30ാമത് പ്രാർത്ഥനാ സംഗമം ഡിസംബർ 23 ഇന്ത്യൻ സമയം രാത്രി 7 ഓൺലൈനിൽ നടക്കും. പാസ്റ്റർ റോജി വർഗീസ്, പഴനിയർ മിഷണറി, കാസർഗോഡ് തൻ്റെ അനുഭവസാക്ഷ്യവും മുഖ്യ സന്ദേശവും നൽകും. കൂടാതെ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ സന്ദേശങ്ങളും ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. 82 83 01 5068 ID. പാസ്വേഡ് ആമേൻ. ബാംഗ്ലൂരു IPC കർണാടക സ്റ്റേറ്റ് 37ാമത് വാർഷിക കൺവെൻഷൻ്റെ തുടക്കം കുറിക്കുന്ന റായ്ചൂർ സോണൽ വാർഷിക കൺവെൻഷൻ കൊപ്പാൾ ജില്ലയിലെ കലകുടി ECI ക്യാമ്പസിൽ ആരംഭിച്ചു. സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KS ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർമാരായ GP ഫിലിപ്പ്, നൂർദീൻ മുള്ള എന്നിവർ ആരംഭദിന യോഗത്തിൽ പ്രസംഗിച്ചു. പാസ്റ്റർ സ്റ്റാൻലി ഫിലിപ്പ് അധ്യക്ഷൻ ആയിരുന്നു. പാസ്റ്റർ ആൻഡി കുണൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. കർണാടക IPC പ്രസിഡന്റ് പാസ്റ്റർ KS ജോസഫ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോസ് മാത്യു, സെക്രട്ടറി പാസ്റ്റർ ഡോക്ടർ വർഗീസ് ഫിലിപ്പ്, പാസ്റ്റർമാരായ സാം ജോർജ്, NK ജോർജ് എന്നിവർ കൺവെൻഷനിൽ പ്രസംഗിക്കും. ദിവസവും രാവിലെ 10 പൊതുയോഗം, ഉച്ചയ്ക്ക് 2:30 മിഷണറി ചലഞ്ച്, വൈകിട്ട് 6 മുതൽ ഗാനശുശ്രൂഷ, സുവിശേഷ പ്രസംഗം എന്നിവ നടക്കും. പാസ്റ്റർമാരായ വിൽസൺ തോമസ് സോണൽ കൺവീനർ, സുനിൽ ഐസക് ജോയിന്റ് കൺവീനർ, KP ജോർജ് പബ്ലിസിറ്റി കൺവീനർ എന്നിവർ നേതൃത്വം നൽകും. പെൻഷൻ കിട്ടി ജീവിക്കാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ടെന്ന് ഹൈക്കോടതി. സർവീസിലുള്ളവർ പെൻഷനു പകരം മറ്റു മാർഗം നോക്കുന്നതാണ് നല്ലതെന്നും പരിഹാസ രൂപേണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. KSRTCയിലെ പെൻഷൻ വിതരണം മുടങ്ങിയതിനെ തുടർന്നുള്ള കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവേ ആയിരുന്നു വാക്കാൽ പരാമർശം. നവംബർ ഡിസംബർ മാസത്തിലെ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് ഫ്രണ്ട്
നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതി പരിഗണിച്ചത്. സർക്കാർ അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിനാൽ ഹർജി ഡിസംബർ 20 പരിഗണിക്കാൻ മാറ്റി. പെൻഷൻ നൽകാൻ കൺസോർഷ്യം രൂപവത്കരിക്കണമെന്ന് സർക്കാർ ഉറപ്പിന്മേൽ തുടർ നടപടി ഉണ്ടായില്ലെന്നും കഴിഞ്ഞ ആഴ്ച കേസ് പരിഗണിച്ചപ്പോഴും സർക്കാർ അഭിഭാഷകൻ ഹാജരായിരുന്നില്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. കൺസോർഷ്യം രൂപവത്കരിക്കലല്ല, പെൻഷൻ ലഭിക്കലാണ് വിഷയമെന്നും കോടതി വ്യക്തമാക്കി. KSRTC പെൻഷൻ എല്ലാ മാസവും ആദ്യ ആഴ്ച വിതരണം ചെയ്യണമെന്നും ഉത്തരവിനെതിരായ സർക്കാരിൻ്റെ റിവിഷൻ പെറ്റിഷനും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. കണ്ണാറ മാരായിക്കൽ ചീരകത്ത് ജോർജിൻ്റെ മകൻ ജിജി 49 വയസ്സ് നിര്യാതനായി. സംസ്കാരം നാളെ ഡിസംബർ 15 രാവിലെ 9 ആൾപ്പാറ IPC ഹെബ്രോൺ സഭയിൽ ശുശ്രൂഷ ആരംഭിച്ച് 12 കരിപ്പക്കുന്ന് മാറനാഥ സെമിത്തേരിയിൽ. ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 8 ആൾപ്പാറ IPC ഹെബ്രോൺ സഭ ഹാളിൽ എത്തിച്ചിട്ടുണ്ട്. മാതാവ് ഗ്രേസി, ഭാര്യ ഷീബ, മകൻ സാം. വാർത്തകൾ ചുരുക്കത്തിൽ. പാസ്റ്റർ VP ഫിലിപ്പിൻ്റെ പുസ്തകം കനലടകൾ പ്രകാശനം ചെയ്തു. IPC നെടുങ്കണ്ടം ഏരിയ സുവിശേഷ യോഗവും സംഗീത സന്ധ്യയും. യേശുവിൻ തൃപ്പാദത്തിൽ 30ാമത് പ്രാർത്ഥനാ സംഗമം ഡിസംബർ 23 ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7 IPC കർണാടക റായ്ചൂർ സോണൽ വാർഷിക കൺവെൻഷൻ കൊപ്പളയിൽ ആരംഭിച്ചു. പെൻഷൻ കിട്ടി ജീവിക്കാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ടെന്ന് ഹൈക്കോടതി. മാരായിക്കൽ ചീരകത്ത് ജോർജിൻ്റെ മകൻ ജിജി 49 നിര്യാതനായി. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപനം കുറിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി.